ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. നമ്മൾ ഇന്ന് മുതൽ വിചാരം ചെയ്യുന്നത് ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയാണ്. ഈ കൃതിയുടെ രചനയെക്കുറിച്ച് ഗുരുവിന്റെ ശിഷ്യോത്തമനായ ആത്മാനന്ദ സ്വാമികള് ഈ കൃതിയുടെ 1-ാം പതിപ്പില് നടത്തിയ പ്രസ്താവനയുടെ ആദ്യ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പ്രസ്താവനയിൽ സ്വാമികൾ പറയുകയാണ്, ശ്രീനാരായണ ധർമ്മം 1100 ചിങ്ങത്തിൽ വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുദേവൻ അരുളി ചെയ്തിട്ടുള്ള ഉപദേശങ്ങളാകുന്നു. ഈ ധർമ്മോപദേശങ്ങൾ പദ്യരൂപേണ എഴുതുന്നതിന് ഗുരുദേവൻ എന്നെ ചുമതലപ്പെടുത്തി. അതനുസരിച്ച് അപ്പോഴപ്പോൾ എഴുതി ഗുരുദേവനെ അന്നൊന്ന് വായിച്ചു കേൾപ്പിക്കുകയും ആവശ്യമായ തിരുത്തുകൾ ഗുരുദേവന്റെ ആജ്ഞയനുസരിച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1 മാസം കൊണ്ടാണ് ഈ ഗ്രന്ഥം എഴുതി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു കൃതി വാസ്തവത്തിൽ ഗുരുവിന്റെ അരുൾ തന്നെയാണ്. സ്വാമി തൃപ്പാദങ്ങളുടെ കൃതികളുടെ ഗണത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കൃതിയെയും പെടുത്താൻ സാധിക്കുന്നത്. ഈ ഒരു കൃതിക്ക് വളരെ സാരഗംഭീരമായൊരു വ്യാഖ്യാനം ശ്രീനാരായണ തീർത്ഥർ സ്വാമികൾ നിർവഹിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനത്തിന്റെ പേര് സാരാർത്ഥ ബോധിനി എന്നാണ്. അപ്പോൾ ആ വ്യാഖ്യാനത്തെ കൂടി ആശ്രയിച്ചാണ് നമ്മൾ ഈ ഒരു കൃതിയുടെ വിചാരം ആരംഭിക്കുന്നത്. നമ്മുടെ ഭാരതത്തില് അറിവിന് 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, 2 ധാരകൾ ഉണ്ടായിരുന്നു. ആ ധാരകളെ പറയുന്ന പേര് ശ്രുതി, സ്മൃതി എന്നായിരുന്നു. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്ന ശാശ്വത മൂല്യങ്ങളാണ്. ഒരു കാലത്തും മാറ്റുവാൻ സാധിക്കാത്ത, ഒരു കാലത്തും യാതൊരു തരത്തിലുള്ള പരിവർത്തനങ്ങളും വരുത്തുവാൻ സാധിക്കാത്ത, എല്ലാ കാലവും ഒരുപോലെ നിലനിൽക്കുന്ന ശാശ്വതമായ മൂല്യങ്ങളെ അല്ലെങ്കിൽ ശാശ്വതമായ ആശയങ്ങളെ ശ്രുതി എന്ന് പറയാം. ഈ ശാശ്വതമായ ആശയങ്ങൾ
ഒരു ഗ്രന്ഥ രൂപത്തിലേക്ക് വന്നപ്പോൾ അതിനെ വേദം എന്ന് പറയുന്നു. വേദത്തിന് 4 ഭാഗങ്ങളുണ്ട്. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ഇതാണ് വേദത്തിന്റെ 4 ഭാഗങ്ങൾ. ഈ 4 ഭാഗങ്ങളെയും ചേർത്ത് പൊതുവായിട്ട് വേദം എന്ന് പറയുന്നു. ഈ വേദങ്ങളെയാണ് ശ്രുതി ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, ശ്രുതി എന്നറിയപ്പെടുന്ന വേദങ്ങൾ അപൗരുഷേയമാണ് എന്ന് വൈദികർ മാനിക്കുന്നു. അപൗരുഷേയം എന്ന് പറഞ്ഞാൽ അത് ഒരു പുരുഷനാലും ഒരു മനുഷ്യനാലും ഉണ്ടാക്കിയതല്ല. സാക്ഷാൽ ഈശ്വരന്റെ തന്നെ വചനങ്ങളാണ് വേദങ്ങൾ എന്നാണ് വൈദികർ മാനിക്കുന്നത്. ഋഷിമാരുടെ തപസ്സിന്റെ ഏറ്റവും സൂക്ഷ്മതമമായ അവസ്ഥയിൽ ഋഷിമാർ മന്ത്രങ്ങളെ സാക്ഷാത്കരിച്ചു. ഈശ്വരനാൽ സൃഷ്ടമായ മന്ത്രങ്ങളെ സാക്ഷാത്കരിച്ചു. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഋഷിമാർ സ്വന്തം ബുദ്ധി കൊണ്ട് എഴുതിയതല്ല മന്ത്രങ്ങൾ. അങ്ങനെയാണെങ്കിൽ വേദം എന്ന് പറയുന്നത് അപൗരുഷേയമാണ്. അത് ഈശ്വരന്റെ തന്നെ വചനങ്ങളാണ് എന്ന് വൈദികർ മാനിക്കുന്നു. ഈശ്വരന്റെ വചനങ്ങളായ ഈ വേദങ്ങളെ ശ്രുതി എന്നും പറയുന്നു. അപ്പോൾ ഈ വേദങ്ങളെ, ശ്രുതികൾ എന്നറിയപ്പെടുന്ന ഈ വേദങ്ങളെ അനുകൂലിച്ചുകൊണ്ട്, ഈ വേദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ദേശകാലങ്ങൾക്ക് അനുസൃതമായി ചില വ്യക്തി നിയമങ്ങളും സാമൂഹ്യ നിയമങ്ങളും എല്ലാം ഇവിടെ രൂപപ്പെട്ടു. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, നാം ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോഴും ഇനി ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴും ചില നിയമങ്ങൾക്ക് വിധേയപ്പെട്ടേ നമുക്ക് ജീവിക്കാൻ കഴിയും. ഞാനൊരു വ്യക്തിയാണ്, ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാം, എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഏത് മൃഗത്തെയും കശാപ്പ് ചെയ്യാം എന്നൊന്നും ഒരു സാമൂഹ്യ ജീവിതത്തിൽ സാധ്യമല്ല. മനുഷ്യൻ സമൂഹ ജീവിയായി ജീവിക്കുമ്പോൾ അതാത് കാലങ്ങളിൽ ചില നിയമസംഹിതകൾ ഉണ്ടാവുകയും ആ നിയമസംഹിതകൾക്കനുസരിച്ച് നാം ജീവിക്കാൻ നിർബന്ധിതരായി തീരുകയും ചെയ്യും. അത് അനിവാര്യവുമാണ്. നമ്മൾ ഇന്ന് ഭാരതത്തിൽ ജീവിക്കുന്നു. ഇന്ന് ഭാരതത്തിന്റെ നിയമത്തെ വ്യവസ്ഥപ്പെടുത്തിയതിന്റെ ആധാരം ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കടമകളെയും കർത്തവ്യങ്ങളെയും നിർവഹിച്ചുകൊണ്ടും അവകാശങ്ങളെ നേടിയെടുത്തുകൊണ്ടും നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നു. അതേപോലെ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ മനുഷ്യൻ സാമൂഹ്യ ജീവിയായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് ഇന്ത്യൻ ഭരണഘടന വരുന്നതിന് മുമ്പും ഇവിടെ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, രാജാവ് ഉണ്ടായിരുന്നു, ഭരണവ്യവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ രാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിച്ചത്? രാജാവ് അദ്ദേഹത്തിന് തോന്നിയതുപോലെ രാജ്യം ഭരിക്കുവാൻ സാധിച്ചിരുന്നില്ല. രാജാവിനും ഒരു ഭരണഘടനയെ, ഒരു നിയമത്തെ മാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പഴയ കാലത്തെ, പ്രാചീനമായ കാലത്തെ സാമൂഹ്യ ജീവിത നിയമക്രമങ്ങളെയാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. ഈ സ്മൃതികളാകട്ടെ അത് വേദത്തിന് അനുകൂലമായിരിക്കും. വേദത്തിൽ പറഞ്ഞിട്ടുള്ള പൊതുവേയുള്ള ആശയങ്ങൾക്ക് ആ ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതാത് കാലത്തുള്ള ഋഷിമാരും ചിന്തകന്മാരും അവര് സ്വമേധയാ ആവിഷ്കരിച്ച സാമൂഹ്യ നിയമങ്ങളാണ് സ്മൃതികൾ. അപ്പൊ സ്മൃതികളുടെ ഒരു പ്രത്യേകത, വേദം അപൗരുഷേയമാണ്, ആരാലും എഴുതപ്പെട്ടതല്ല, ഈശ്വരന്റെ വാക്കുകൾ തന്നെയായിട്ട് മാനിക്കുന്നു.
എന്നാൽ സ്മൃതികൾ പൗരുഷേയങ്ങളാണ്. പൗരുഷേയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനാൽ, ഒരു മനുഷ്യനാൽ എഴുതപ്പെട്ടതാണ് സ്മൃതികൾ. രണ്ട്, സ്മൃതികൾക്ക് ദേശകാലങ്ങൾക്കനുസരിച്ച് മാറ്റമുണ്ടാകും. ദേശകാലങ്ങൾക്കനുസരിച്ച് ഒരു പ്രകാരത്തിലും മാറ്റം വരാത്തവയാണ് ശ്രുതികൾ എന്ന് പറഞ്ഞു. ഇനി ശ്രുതികൾ എന്നത് വേദമാണെങ്കിൽ സ്മൃതികളായി കണക്കാക്കപ്പെടുന്നത് വേദം കൂടാതെയുള്ള മറ്റെല്ലാ കൃതികളും ഗ്രന്ഥങ്ങളും തന്നെ സ്മൃതികളാണ്. ഉദാഹരണത്തിന് വേദ അംഗങ്ങൾ, വേദത്തിന് അംഗങ്ങളുണ്ട്, വ്യാകരണാദി ശാസ്ത്രങ്ങൾ, അങ്ങനെയുള്ള വേദാംഗങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, നീതിശാസ്ത്രങ്ങൾ, ഇവയെല്ലാം തന്നെ സ്മൃതിയിൽ പെടും. സ്മൃതി എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രശാഖയിൽ പെടും. സ്മൃതിയുടെ മുഖ്യമായൊരു ഭേദം ശ്രുതിയുമായിട്ട് ഇത് ദേശകാലങ്ങൾക്കനുസരിച്ച് മാറി മാറി വരുന്ന നിയമങ്ങളാണ്. ഉദാഹരണത്തിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്മൃതിവാക്യം ഉണ്ടെങ്കിൽ അത് അന്നത്തെ ദേശത്തിനും കാലത്തിനും അനുസരിച്ചായിരിക്കും. അത് ഇന്നത്തെ കാലത്തിൽ ചിലപ്പോൾ അത് പ്രായോഗികമായിരിക്കില്ല. അപ്പൊ കാലത്തിനനുസരിച്ച് അപ്ഡേഷൻസ് സ്മൃതിയിൽ സാധിക്കും. ഇതാണ് ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള അടിസ്ഥാന ഭേദം. അപ്പൊ ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രുതി എന്ന് പറയുന്നത് വേദങ്ങളാണെന്നും സ്മൃതി എന്ന് പറയുന്നത് വേദങ്ങളല്ലാത്ത മറ്റ് ഗ്രന്ഥരാശികളാണെന്നും പറഞ്ഞു. എന്നാൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാം, ശ്രുതി എന്നറിയപ്പെടുന്ന വേദങ്ങളിൽ പോലും സ്മൃതി അംശങ്ങളുണ്ട്. ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ നമ്മൾ ശ്രുതി എന്ന് പറയുന്നു. ഒരു കാലത്തും ഒരു ദേശത്തിലും പെടുത്തുവാൻ സാധിക്കാത്ത മന്ത്രങ്ങളുള്ള ശ്രുതി എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തെയും പരിശോധിച്ചാൽ അതിൽ സ്മൃതി വാക്യങ്ങളെ കാണാൻ കഴിയും. ഇനി സ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളെ പരിശോധിച്ചാലും ആ ഗ്രന്ഥങ്ങളിൽ ശ്രുതി വാക്യങ്ങൾ കാണാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ഉപനിഷത്ത് പഠിക്കുകയാണെന്ന് കരുതുക. ഉപനിഷത്ത് ശ്രുതിയാണ്. ആ ഉപനിഷത്ത്, ബൃഹദാരണ്യക ഉപനിഷത്ത് പഠിക്കുകയാണ്. ബൃഹദാരണ്യക ഉപനിഷത്തിലെ 6-ാം അധ്യായത്തിലെ പല മന്ത്രങ്ങളും നമുക്ക് ഇന്നത്തെ കാലത്ത് സ്വീകരിക്കാൻ കഴിയില്ല. ജിജ്ഞാസുക്കളായ സജ്ജനങ്ങൾ ബൃഹദാരണ്യക ഉപനിഷത്ത് എടുത്ത് അതിലെ 6-ാമത്തെ അധ്യായം ഒന്ന് വെറുതെ പരിശോധിക്കുക. അപ്പോൾ അതിലെ ചില മന്ത്രങ്ങൾ ഒരു തരത്തിലും ഇന്നത്തെ കാലത്ത് നമുക്ക് ഇന്നത്തെ പ്രായോഗിക ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അത് അന്നത്തെ കാലത്തുണ്ടായ ചില ജീവിത നിയമങ്ങളാണ്. അന്നത്തെ കാലത്ത് തന്നെ അത് എത്രത്തോളം പ്രായോഗികമായി കൊണ്ടുവരാൻ സാധിക്കുമെന്നത് മറ്റൊരു വിഷയം. എങ്കിലും ഇന്നത്തെ കാലത്ത് ഒരു തരത്തിലും സാധിക്കില്ല. അപ്പൊ ശ്രുതി എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ പോലും ദേശകാലങ്ങളാൽ പരിമിതമാക്കപ്പെട്ട ചില സ്മൃതി ശ്ലോകങ്ങളും സ്മൃതി ഭാഗങ്ങളും കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്മൃതി എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ, ഇപ്പൊ മഹാഭാരതം ഒരു സ്മൃതി ഗ്രന്ഥമാണ്. മഹാഭാരതത്തിൽ അന്തർഗതമായിട്ടുള്ള ഒരു ഭാഗമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഭഗവത്ഗീതയെ നമ്മൾ സ്മൃതി ഗ്രന്ഥമായിട്ടാണ് മാനിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള സ്മൃതി ഗ്രന്ഥമായ ഭഗവത്ഗീതയുടെ ഉള്ളിലും പല ശ്ലോകങ്ങളും എല്ലാ ദേശകാലങ്ങൾക്കും അനുസരിച്ചുള്ള ശാശ്വതമായ മൂല്യങ്ങൾ തരുന്ന ശ്രുതിവാക്യങ്ങളാണ്. അപ്പോൾ സ്മൃതി ഗ്രന്ഥങ്ങളിലും ശ്രുതികളെ കാണാൻ കഴിയും, ശ്രുതി ഗ്രന്ഥങ്ങളിലും സ്മൃതിവാക്യങ്ങളെയും കാണാൻ കഴിയും. ഈ ഒരു ഭേദം പറയാൻ കാരണം, നമ്മൾ ശ്രുതിയുടെ ലക്ഷണമായി ഒരു കാലത്തും മാറ്റം വരുത്തുവാൻ കഴിയാത്ത ശാശ്വതമായ മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ വേദങ്ങളിലെ പല മന്ത്രങ്ങളും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായോഗികമാണോ എന്നൊരു സംശയം നമ്മുടെ ഉള്ളിൽ വരും. അതുപോലെ തന്നെ മറ്റു പല ഗ്രന്ഥങ്ങളിലെയും പല ശ്ലോകങ്ങളും അത് ഏറ്റവും ഉദാത്തമല്ലേ, അത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ശ്ലോകങ്ങളല്ലേ, പിന്നെ എന്തുകൊണ്ട് അവയെ സ്മൃതി എന്ന് പറയുന്നു എന്ന സംശയവും വരും. അപ്പൊ ഈ സംശയത്തെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആശയത്തെ പറഞ്ഞത്.
ഇനി ശ്രദ്ധിക്കേണ്ടത്, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ ഹിന്ദു മതത്തില് ജാതിപരമായ വേർതിരിവുകൾ ഇവിടെ എത്രയോ കാലമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വേർതിരിവുകൾക്ക് ഒരു സൈദ്ധാന്തിക മാനം കൊടുത്തത് മുഖ്യമായിട്ടും വേദങ്ങളിലെ പുരുഷ സൂക്തമാണ്. പുരുഷ സൂക്തത്തിലെ ബ്രാഹ്മണോ അസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതഃ ഗുരു തദസ്യ യത് വൈശ്യ പദ്ഭ്യാം ശൂദ്രു അജായത എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങളൊക്കെ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിക്ക് ഒരു ദാർശനികമായ മാനം ഇവിടെ ഉണ്ടാക്കി. അങ്ങനെ ഒരു ദാർശനികമായ മാനം എന്ത് സംഭവിച്ചു? പിന്നീട് വന്ന സ്മൃതികാരന്മാർ, ഒരുപാട് സ്മൃതി ഗ്രന്ഥങ്ങൾ ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. പിന്നീട് വന്ന സ്മൃതികാരന്മാര് ആ ചാതുർവർണ്ണ്യത്തെ ഒരു സമൂഹത്തിന്റെ പ്രായോഗിക ജീവിതമാക്കി അവതരിപ്പിച്ചു. അതിനുശേഷമാണ് നമ്മുടെ ഭാരതത്തിൽ ജാതിപരമായ വേർതിരിവുകള്, ഉച്ചനീചത്വങ്ങൾ വളരെ ശക്തമാകാൻ തുടങ്ങിയത്. മനസ്സിലാക്കണം, സ്മൃതി എന്ന് പറയുന്നത് അത് നിയമങ്ങളാണ്, അതാത് കാലത്ത് നിയമങ്ങളാണ്. ആ നിയമങ്ങൾക്കനുസരിച്ചാണ് രാജാവ് രാജ്യം ഭരിക്കുന്നത്. ആ നിയമങ്ങൾ എഴുതിയതാകട്ടെ അതാത് കാലത്തെ ചിന്തകന്മാരും വിചക്ഷണന്മാരും. ഇവരെന്ത് ചെയ്തു? വേദങ്ങളിൽ നിന്ന് ചാതുർവർണ്ണ്യത്തെ പ്രതിപാദിക്കുന്ന ചില ആശയങ്ങളെ കടമെടുത്തുകൊണ്ട് ആ ആശയങ്ങളെ വിസ്തരിച്ചൊരു സാമൂഹിക ജീവിതക്രമമാക്കി ചാതുർവർണ്ണ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശിക്ഷാ നടപടികള് മറ്റും നിയമങ്ങളായി എഴുതി. ഈ നിയമങ്ങളെ നോക്കി രാജാവ് രാജ്യം ഭരിക്കുവാൻ തുടങ്ങിയപ്പോൾ രാജ്യത്ത് വലിയ രീതിയിലുള്ള അനാചാരങ്ങളും മനുഷ്യത്വ വിരുദ്ധമായ നടപടികളും വ്യാപകമായി നടമാടി. അപ്പൊ ജാതിപരമായ വേർതിരിവുകളെ, വിവേചനത്തെ ആളിക്കത്തിച്ചത്, അതിനെ ഒരു സമൂഹത്തിന്റെ ജീവിതക്രമമാക്കി അടിച്ചേൽപ്പിച്ചത് വാസ്തവത്തിൽ സ്മൃതികളാണെന്നും ആ സ്മൃതികൾ എഴുതിയ സ്മൃതികാരന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ജനങ്ങളുടെ ഒരു ധാർമ്മികവും ആധ്യാത്മികവും മതപരവുമായ ജീവിതത്തിന് സ്മൃതികൾ വലിയ രീതിയിൽ സ്വാധീനം ചെയ്തിട്ടുണ്ട്. ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ വേദമാണെന്ന് ആചാര്യന്മാർ പറയും. വേദോ അഖിലോ ധർമ്മമൂലം സ്മൃതിശീലേച്ച തദ്വിതാം എന്ന് പറയുന്നു. വേദമാണ് എല്ലാ ധർമ്മത്തിൻ്റെയും മൂലം. സകല ധർമ്മങ്ങളും അതിൻ്റെ അടിസ്ഥാന പ്രമാണം അത് വേദമാണ്. എന്നാൽ ആ വേദത്തെ അറിഞ്ഞ ഒരാളുടെ സ്മൃതിശീലങ്ങളും ആചരണങ്ങളും ധർമ്മത്തിന് പ്രമാണമാണ്. ആ വേദത്തെ നന്നായിട്ട് പഠിച്ച ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ആ വ്യക്തി പറയുന്ന കാര്യങ്ങളും ആ വ്യക്തിയുടെ ആചരണങ്ങളും ഒരു സമൂഹത്തിന് ആ സമൂഹത്തിന്റെ ആചരണങ്ങളാക്കി മാറ്റാമെന്ന് പ്രമാണമുണ്ട്, മനുസ്മൃതിയുണ്ട്. അതേപോലെ തന്നെ ധർമ്മശാസ്ത്രം സമാരൂഢ വേദഗഡ്ഗധരാ ദ്വിജ വിദ്വാംസ സ്വയം യത് ബ്രൂയുഹു സാ ധർമ്മ പരമസ്മൃത. വീണ്ടും പറയുന്നു, വേദമെന്ന ഗഡ്ഗത്തെ, വേദമെന്ന വാള്, അതിനെ ധരിച്ചിരിക്കുന്ന വിദ്വാൻമാര്, ആ വിദ്വാൻമാരാൽ പറയപ്പെടുന്ന വ്യവസ്ഥകളും പരമമായ ധർമ്മം തന്നെ. അപ്പൊ ഇത്തരത്തിലുള്ള ശ്ലോകങ്ങളിലൂടെ സ്മൃതികൾക്ക് വലിയ പ്രാമാണ്യം കൈവന്നു. അപ്പൊ എന്താണ് ഈ സ്മൃതികളുടെ, എന്താണ് ഈ ശ്ലോകങ്ങളുടെ പൊതുവായ താല്പര്യം? പൊതുവായ താല്പര്യം ഇതാണ്: വേദത്തെ നല്ല രീതിയിൽ പഠിച്ച ഒരു വിദ്വാൻ, ആ വിദ്വാൻ ചിട്ടപ്പെടുത്തുന്ന നിയമക്രമങ്ങള്, സാമൂഹ്യ ജീവിത രീതികള്, ഇതെല്ലാം തന്നെ പ്രമാണങ്ങളാണ്. പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ ഒരു പ്രമാണമാക്കി ഒരു സമൂഹത്തിന് അനുവർത്തിക്കാൻ സാധിക്കും. അതോടുകൂടി എന്ത് സംഭവിച്ചു?
ഒരുപാട് വിദ്വാൻമാർ ഇവിടെ ഉണ്ടായി. വേദം പഠിച്ചവരെല്ലാം തന്നെ സ്വയം വിദ്വാനായിട്ട് സ്വയം ചമയുകയും അങ്ങനെയുള്ള ആളുകളാൽ ഒരുപാട് സ്മൃതി ഗ്രന്ഥങ്ങൾ, നൂറുകണക്കിന് സ്മൃതി ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇന്നത് എല്ലാം ലഭ്യമല്ല, കുറെ എണ്ണം ലഭ്യമാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ കേരളത്തിലെ നാട്ടുരാജാക്കന്മാരൊക്കെ രാജ്യം ഭരിച്ചിരുന്നത് ശാങ്കര സ്മൃതി എന്ന് പറയുന്ന സ്മൃതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഒരുപാട് സ്മൃതികൾ ഭാരതത്തിലുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് എല്ലാവർക്കും പരിചിതമായ പേരാണ് മനുസ്മൃതി. മനുസ്മൃതി പോലെ യാജ്ഞവൽക്യ സ്മൃതി ഉണ്ട്. കൂടാതെ വിഷ്ണു സ്മൃതി ഉണ്ട്. വിഷ്ണു സ്മൃതി എന്ന് പറഞ്ഞാൽ അതില് വർണ്ണാശ്രമ ധർമ്മങ്ങള്, സംസ്കാര ക്രമങ്ങള് ഇതൊക്കെ പറയുന്നു. ഇനി മറ്റൊരു സ്മൃതിയാണ് അത്രി സ്മൃതി. അത്രി സ്മൃതി എന്ന് പറഞ്ഞാൽ ജീവനോപാധികൾ, ഏതേതെല്ലാം തൊഴിലുകൾ എടുക്കണം, അത് ഏതൊക്കെ വർണ്ണങ്ങളിൽപ്പെട്ട ആളുകൾ ഏതൊക്കെ തൊഴിലെടുക്കണം, അതേപോലെ തന്നെ പ്രായശ്ചിത്ത വിധികൾ. എന്തു പറ്റി? അത്രി സ്മൃതി എന്ന് പറയുന്ന സ്മൃതികളിൽ നാം ഏതേതൊക്കെ തൊഴിലെടുക്കണം, ഏത് വർണ്ണത്തിലാണോ നാം ഉള്ളത് ആ വർണ്ണത്തിന് അനുസൃതമായിട്ടുള്ള തൊഴിൽ എന്താണ്, ആ തൊഴിൽ എങ്ങനെ എടുക്കണം, അതേപോലെ തന്നെ തെറ്റുകളൊക്കെ ചെയ്താൽ എന്തൊക്കെ പ്രായശ്ചിത്തങ്ങൾ നമ്മൾ ചെയ്യണം, ഇതൊക്കെ പറയുന്ന ഒരു സ്മൃതി ഗ്രന്ഥമാണ് അത്രി സ്മൃതി. പിന്നീട് ഹാരീത സ്മൃതി എന്ന് പറയുന്ന സ്മൃതി ഉണ്ട്. ആ സ്മൃതിയിൽ വർണ്ണാശ്രമ ധർമ്മത്തെ പറയുന്നു. അതേപോലെ ആംഗിര സ്മൃതി, യമസ്മൃതി, ആപസ്തംഭ സ്മൃതി, ദേവല സ്മൃതി, സംവർത്ത സ്മൃതി, കാർത്യായന സ്മൃതി, ബൃഹസ്പതി സ്മൃതി. ബൃഹസ്പതി സ്മൃതിയിലാണ് ദാനം കൊടുക്കുക, എങ്ങനെയാണ് ദാനം കൊടുക്കേണ്ടത്, അതേപോലെ പിണ്ടശ്രാദ്ധാദി കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം, ബ്രാഹ്മണ മഹത്വം, ബ്രാഹ്മണന്റെ മഹത്വം എങ്ങനെയാണ്, ആ മഹത്വത്തെ സമൂഹം എങ്ങനെ അംഗീകരിക്കണം, ഇതൊക്കെ ബൃഹസ്പതി സ്മൃതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ പരാശര സ്മൃതി ഉണ്ട്. വളരെ സമൂഹത്തിൽ സ്വാധീനം നേടിയ ഒരു സ്മൃതി ഗ്രന്ഥമാണ് പരാശര സ്മൃതി. പരാശര സ്മൃതിയിലാണ് യുഗധർമ്മങ്ങളെ കുറിച്ചും ശുദ്ധി അശുദ്ധി വ്യവഹാരങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. പിന്നീട് വ്യാസസ്മൃതി. വ്യാസസ്മൃതിയിൽ ഷോഡശ സംസ്കാരങ്ങളെ കുറിച്ച് മുഖ്യമായിട്ടും പറയുന്നു. ഒരു വ്യക്തി ജനിച്ചത് മുതൽ മരണം വരെ ഏതേത് കാലഘട്ടത്തിൽ ഏതേത് സംസ്കാര ക്രിയകളെ ചെയ്യണം എന്നതിനെ പ്രതിപാദിക്കുന്ന സ്മൃതി ഗ്രന്ഥമാണ് വ്യാസസ്മൃതി. അതുകൂടാതെ ശംഖസ്മൃതി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ശംഖസ്മൃതി. ശംഖസ്മൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ജപിക്കേണ്ടത്, അതേപോലെ എങ്ങനെയാണ് തർപ്പണം ചെയ്യേണ്ടത്. തർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യോപാസന സമയത്തും സന്ധ്യാവേളകളിലും ചെയ്യേണ്ട തർപ്പണ വൃത്തികൾ, പിന്നീട് കർമ്മവിജ്ഞാനം, ഇതൊക്കെ പറയുന്ന സ്മൃതിയാണ് ശംഖസ്മൃതി. പിന്നെ അടുത്തതാണ് ലിഖിത സ്മൃതി. ലിഖിത സ്മൃതി എന്ന് പറഞ്ഞാൽ ദ്വിജാചാര്യ ലക്ഷണങ്ങൾ, ഒരു ആചാര്യന്റെ ലക്ഷണത്തെ പറയുന്നു. ആ ആചാര്യൻ ബ്രാഹ്മണനായിരിക്കണം എന്നാണ് ആദ്യം തന്നെ ആ സ്മൃതി പറയുന്നത്. ആ ആചാര്യ ലക്ഷണങ്ങൾ പിന്നീട് പറയുന്നു. ഇനിയാണ് ദക്ഷസ്മൃതി. ദക്ഷസ്മൃതിയിൽ വർണ്ണാശ്രമ ധർമ്മങ്ങളെ കുറിച്ചാണ് മുഖ്യമായ പ്രതിപാദ്യ വിഷയം. പിന്നീട് ഗൗതമ സ്മൃതി എന്നൊരു സ്മൃതി ഗ്രന്ഥമുണ്ട്. ആ സ്മൃതിയിലാണ് സ്ത്രീധർമ്മത്തെ കുറിച്ച് പറയുന്നത്. സ്ത്രീകൾ കുടുംബത്തിലും സമൂഹത്തിലും എപ്രകാരം വ്യവഹരിക്കണം എന്നതിനെ നിർദ്ദേശിക്കുന്ന സ്മൃതി ഗ്രന്ഥമാണ് ഗൗതമ സ്മൃതി. അങ്ങനെ വസിഷ്ഠ സ്മൃതി തുടങ്ങിയ ഒരുപാട് സ്മൃതി ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ ഈ സ്മൃതി ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് നിയമക്രമങ്ങളാണ്, അതാത് കാലത്തെ ഭരണഘടനകളാണ്. ഈ അതാത് കാലത്തെ ഭരണഘടനകൾ നോക്കി രാജാവ് രാജ്യം ഭരിക്കാൻ തുടങ്ങി. ചില സ്മൃതികളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ശിക്ഷാവിധികളുടെ സമയത്ത് രണ്ടുപേർ തുല്യമായ ശിക്ഷക്ക് അർഹരായ രീതിയിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തെന്ന് കരുതുക. രണ്ടു പേർക്കും വധശിക്ഷ തന്നെ ലഭിക്കും. ആ ശിക്ഷയുടെ ഒരു രീതി അനുസരിച്ച് വധശിക്ഷക്ക് അർഹമായ കുറ്റമാണ് അവർ ചെയ്തത്. പക്ഷേ ആ രണ്ടു പേരിൽ ഒരാൾ ബ്രാഹ്മണനാണെങ്കിൽ അദ്ദേഹത്തിന്റെ തലമുടി വടിച്ചാൽ മതി, അദ്ദേഹത്തിന് മുണ്ടനം ചെയ്താൽ മതി. നേരെ മറിച്ച് ശൂദ്രനാണെങ്കിൽ തല വെട്ടിക്കളയണം.
എന്നിങ്ങനെയാണ് പല സ്മൃതികളിലെയും നിയമങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ നിയമങ്ങളെ നോക്കി ഇത് ഭരണഘടനയാണ്, ഞാൻ ഈ ഭരണഘടനയെ നോക്കിയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ഭരണഘടനയെ അടിസ്ഥാനമാക്കി, സ്മൃതി എന്ന് പറയുന്ന ഈ ഭരണഘടനയെ അടിസ്ഥാനമാക്കി രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സർവത്ര മനുഷ്യനെ പല തട്ടിൽ വേർതിരിക്കുന്ന രീതിയിലുള്ള അനാചാരങ്ങൾ നടമാടി. ഇനി ചില സ്മൃതി ഗ്രന്ഥങ്ങളിൽ പറയുന്നു സ്നാനവിധിയുണ്ട്. നമ്മൾ ആ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ അതിശയപ്പെട്ടു പോകും. സ്നാനവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാൻ നമ്മൾ എങ്ങനെയാണ് കുളിക്കേണ്ടത്? ഉദാഹരണത്തിന് പൊതുജലാശയത്തിൽ കുളിക്കുവാൻ ഒരു പിന്നോക്കക്കാരന്, ശൂദ്രവർണ്ണത്തിൽപ്പെട്ട ഒരാൾക്ക് അധികാരമില്ല എന്ന് ചില സ്മൃതികളിൽ പറയുന്നു. ശൂദ്രവർണ്ണത്തിൽപ്പെട്ട ഒരാള് ഒരു ജലാശയത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ആ ജലാശയം അപവിത്രമാകും. കാരണം എല്ലാ ജലാശയത്തിലും ഗംഗയുടെ സാന്നിധ്യമുണ്ടെന്നും അപ്പൊ ഒരു പിന്നോക്കക്കാരൻ അതിൽ കുളിച്ചു കഴിഞ്ഞാൽ ആ ജലാശയം അപവിത്രമാകുമെന്നും അതുകൊണ്ട് പൊതുജലാശയത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ അവർ ശിക്ഷയ്ക്ക് അർഹരാണെന്നും കൂടി പല സ്മൃതി ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, പകലന്തിയോളം ജോലിയെടുത്ത് വിയർത്ത് കുളിച്ചു വരുന്ന ഒരു സാധാരണക്കാരൻ, ആ സാധാരണക്കാരന് കുളിക്കാനുള്ള അവകാശങ്ങൾ പോലും നഷ്ടപ്പെട്ടിരുന്നു. കാരണം ഇന്നത്തെ കാലം പോലെ അന്ന് ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളൊന്നും ഇല്ലായിരുന്നു. കുളിക്കാനുള്ള ഏക ആശ്രയം പൊതുജലാശയമായിരുന്നു. അപ്പൊ പൊതുജലാശയത്തിൽ കുളിക്കാനുള്ള അവകാശം പോലും, ഒരു മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങൾ പോലും ഇങ്ങനെ ഇപ്രകാരം സ്മൃതികളുടെ വൻ ഒരു സ്വാധീനത്താൽ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ വിചാരം ചെയ്താൽ നമ്മുടെ ഭാരതത്തിൽ, ഈ ഹിന്ദു സമൂഹത്തിൽ ജാതീയതയെ ഇത്രമേൽ ആളിക്കത്തിച്ചത് അത് വാസ്തവത്തിൽ വേദങ്ങൾ മാത്രമല്ല, വേദങ്ങളെക്കാളും വലിയ സംഭാവന നൽകിയത് അക്കാര്യത്തിൽ സ്മൃതി ഗ്രന്ഥങ്ങളാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ വലിയൊരു ആശ്വാസമുള്ളത്, നേരത്തെ പറഞ്ഞു, ഈ സ്മൃതി ഗ്രന്ഥങ്ങൾ ദേശകാലങ്ങൾക്കനുസരിച്ച് ഇതിന് മാറ്റം വരുത്താവുന്നതാണ്. ഏതൊരു ആചാരത്തിൽ നാം ഇന്ന് ഹിന്ദു സമൂഹത്തിൽ കാണുന്ന ഏതൊരു ആചാരവും ഏതൊരു രീതിയും അത് ദേശത്തിനും കാലത്തിനും അനുസരിച്ച രീതിയിൽ അതിനൊരു മാനവിക മുഖം നൽകി അതിന് മാറ്റം വരുത്താമെന്നുള്ളത് നമുക്ക് വലിയ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ സമൂഹത്തില് ഒരു പരിവർത്തനത്തിന്, ഒരു പുരോഗമനത്തിന് അത് വലിയൊരു സ്വാതന്ത്ര്യം നൽകുന്നു, ഈ ശ്രുതി സ്മൃതി എന്നുള്ള രണ്ട് ഭേദങ്ങൾ. കാരണം ഹിന്ദു സമൂഹത്തിന്റെ അടിസ്ഥാന ആശയങ്ങളായ അദ്വൈത ദർശനമെല്ലാം ശ്രുതിയിൽ ഉൾപ്പെടുന്നതാണ്. ആ അദ്വൈത ദർശനത്തിന് ഒരു കാലത്തും ഒരു മാറ്റവും ഇല്ല തന്നെ. എന്നാൽ അതാത് ദേശത്തിനും കാലത്തിനും ഇണങ്ങുന്ന രീതിയിലുള്ള നിയമക്രമങ്ങളായ സ്മൃതികൾ, ആ സ്മൃതികളെ നമുക്ക് ദേശകാലോചിതമായി മാറ്റാം എന്നൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇത് വാസ്തവത്തിൽ ചിന്തിച്ചാൽ വലിയ സ്വാതന്ത്ര്യമാണ്. കാരണം നമ്മൾ ഈ ലോകത്തെ മതങ്ങളെ നിരീക്ഷിക്കുകയാണെങ്കിൽ ആ മതങ്ങളിലെ നിയമങ്ങളും സ്മൃതികളാണ്. ഉദാഹരണത്തിന് ഒരു 3000-4000 വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു പ്രത്യേക ദേശത്ത് ജനിച്ച ഒരു ആചാര്യൻ, ആ ആചാര്യൻ തന്റെ അനുയായികളോട് ചെയ്യാൻ പറയുന്ന ജീവിതചര്യകളാകുന്ന സ്മൃതികളാണ് ആ ഒരു ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. പക്ഷെ ആ സ്മൃതികളിൽ നിശ്ചയമായിട്ടും ആ ദേശത്തിന്റെ ആ കാലത്തിന്റെ സ്വാധീനം വലുതായിട്ടുണ്ടാകും. പക്ഷെ ഇത് സാക്ഷാൽ ഈശ്വരൻ തന്നെ പറഞ്ഞതാണ്, ഇതിനൊരു കാലത്തും ഒരു മാറ്റവും വരുത്തരുത് എന്ന് ശഠിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? 5000 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 4000 കൊല്ലം മുമ്പ്, 2000 കൊല്ലം മുമ്പ് ഏതെങ്കിലും ഒരു പ്രത്യേക ദേശത്തോ ഒരു പ്രത്യേക കാലത്തോ എഴുതപ്പെട്ട സാമൂഹ്യ ജീവിത നിയമം ഇന്നും ഞങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞാലോ? ഇവിടെയാണ് ഭാരതത്തിന്റെയും ഇതര സെമിറ്റിക് മതങ്ങളുടെയും ആശയാദർശങ്ങൾക്ക് തമ്മിലുള്ള മൗലികമായ ഭേദവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ സകല ആചാരങ്ങളും, ഹിന്ദു സമൂഹത്തിൽ ഇന്ന് കാണുന്ന എല്ലാ ആചാരങ്ങളും എല്ലാ ജീവിത രീതികളും തന്നെ അത് സ്മൃതി ഗ്രന്ഥങ്ങളാൽ കൽപ്പിതമായതാണ്. അത് ഏതൊരു ദേശത്തിനും കാലത്തിനും അനുസരിച്ച് അത് പരിഷ്കരിച്ച് എടുക്കാവുന്നതാണ്. അങ്ങനെ ഈ സ്മൃതി ഗ്രന്ഥങ്ങൾക്ക് മനുഷ്യന്റെ ജീവിതവുമായിട്ട് വലിയ ബന്ധമുള്ളതിനാൽ അങ്ങനെ ഒരു വേദത്തെ
വേദത്തിന്റെ ദർശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു യുക്തമായ സ്മൃതി ഇവിടെ അവതരിപ്പിക്കണമെന്ന് സ്വാമി തൃപ്പാദങ്ങൾക്കും അവിടുത്തെ ശിഷ്യന്മാരുടെ മനസ്സിലും സങ്കല്പമുണ്ടായി. കാരണം നേരത്തെ പറഞ്ഞു, സ്മൃതികളാണ് വർണ്ണവ്യവസ്ഥയെ ആളിക്കത്തിച്ചത്. നമ്മൾ ഏതൊരു സ്മൃതി ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും അതില് ജാതി വർണ്ണ വ്യവസ്ഥകളെ പറയാത്ത ഒരു സ്മൃതി ഗ്രന്ഥം പോലും ഇല്ല. ഭാരതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ സ്മൃതി ഗ്രന്ഥങ്ങളും, ഭാരതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള സ്മൃതി ഗ്രന്ഥങ്ങളിൽ വർണ്ണവ്യവസ്ഥിതിയെ പരാമർശിക്കാത്ത ഒരേ ഒരു സ്മൃതി ഗ്രന്ഥം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ സ്മൃതി ഗ്രന്ഥമാണ് ശ്രീനാരായണ സ്മൃതി എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ധർമ്മം. അപ്പൊ ഈ ഒരു ഗ്രന്ഥത്തിന്റെ മുഖ്യമായ ഉദ്ദേശ്യവും സ്മൃതികൾക്ക് ജനങ്ങളുടെ ജീവിതത്തിന് വലിയ സ്വാധീനം നൽകാൻ കഴിയും. അപ്പൊ വർണ്ണത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, വർണ്ണവ്യവസ്ഥിതിയെ മാറ്റി നിർത്തിക്കൊണ്ട് വേദത്തിന് അനുകൂലമായി തന്നെ മറ്റെല്ലാ കാര്യങ്ങളെയും പറഞ്ഞുകൊണ്ടൊരു സ്മൃതിയെ ഉണ്ടാക്കണം. ആ സ്മൃതി ഗ്രന്ഥത്തെ ക്രമേണ പ്രചരിപ്പിക്കണം. ക്രമേണ ഒരു സമൂഹത്തിന്റെ ജീവിത നിയമങ്ങളായ ആ സ്മൃതി ഗ്രന്ഥം മാറണം എന്ന വലിയൊരു ഉദ്ദേശവും ചിലപ്പോൾ ആത്മാനന്ദ സ്വാമികളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് ആത്മാനന്ദ സ്വാമികളുടെ നിവേദനത്തെ തുടർന്ന് സ്വാമി തൃപ്പാദങ്ങൾ തന്നെ ഈ ഒരു മഹത്തായ ദർശനത്തെ ഈ ഒരു കൃതിയിലൂടെ അരുളി ചെയ്തു. അപ്പൊ നമ്മൾ അതിന്റെ ആദ്യത്തെ അധ്യായത്തെ വളരെ സംക്ഷിപ്തമായിട്ട് ചെറുതായ രീതിയിലാണ് വിചാരം ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അറിയാം, നേരത്തെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ദർശനമാല നമ്മൾ ഓരോ ശ്ലോകവും വളരെ ആഴത്തില് വളരെ സമയമെടുത്താണ് വിചാരം ചെയ്തത്. കാരണം അതിൽ മുഖ്യമായിട്ടും വേദാന്ത പ്രക്രിയ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് അത്രയും സമയമെടുത്ത് എല്ലാ ശ്ലോകങ്ങളും സവിസ്തരം വിചാരം ചെയ്യേണ്ട കാര്യമില്ല. അതാത് സ്ഥലത്ത് പ്രാധാന്യമുള്ളവ മാത്രമേ നമ്മൾ കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്യുന്നുള്ളൂ. അല്ലാത്തവ ജസ്റ്റ് അതിന്റെ അർത്ഥം പറഞ്ഞ് മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ എന്ന ക്രമത്തിലാണ് ഈ ഒരു ഗ്രന്ഥത്തിന്റെ അധ്യയനം മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ മംഗളാചരണം നോക്കാം. അദ്വൈതാനന്ദ ചിന്മാത്ര അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചഘാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹതാത്മനാം. സാരാർത്ഥബോധിനി വ്യാഖ്യാനത്തില് ഇതിന്റെ അന്വയം കാണാൻ സാധിക്കും. നാരായണാത്മകം അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതി, ശ്രീനാരായണ സ്വരൂപമായിരിക്കുന്നതും അദ്വൈതവും ചിന്മാത്രവും ജ്ഞാനസ്വരൂപവുമായിരിക്കുന്ന ജ്യോതിസ് അവ്യാഹതാത്മനാം ധർമ്മബോധായ നിത്യം ചകാസ്തു, വ്യാഹത ബുദ്ധികളല്ലാത്ത ജനങ്ങളുടെ ധർമ്മജ്ഞാനത്തിനായി എല്ലായ്പ്പോഴും ശോഭിക്കട്ടെ എന്ന വളരെ ഗംഭീരമായൊരു മംഗളാചരണമാണ് ഈ ഒരു കൃതിയിൽ കാണാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മൾ ഏതൊരു കൃതിയും പഠിക്കുമ്പോൾ സാമ്പ്രദായികമായിട്ട് ആ കൃതിക്ക് ഒരു അനുബന്ധ ചതുഷ്ടയം ഉണ്ടായിരിക്കും. ഇപ്പൊ കൃതികളെ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താണ് ഈ അനുബന്ധ ചതുഷ്ടയം എന്നറിയാൻ സാധിക്കും. അനുബന്ധ ചതുഷ്ടയം മിക്കവാറും മംഗളാചരണത്തിലോ അല്ലെങ്കിൽ ആദ്യ ശ്ലോകത്തിലോ നമുക്ക് കാണാൻ കഴിയും. ഈ അനുബന്ധ ചതുഷ്ടയത്തില് ആ ഗ്രന്ഥത്തിന്റെ മൊത്തം താല്പര്യവും മൊത്തം അർത്ഥവും ഗ്രന്ഥകാരൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. ഇപ്പൊ നോക്കൂ, ഈ ഒരു മംഗളാചരണത്തിൽ നമുക്ക് ഈ അനുബന്ധ ചതുഷ്ടയത്തെ കാണാൻ കഴിയും. അനുബന്ധ ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ 4 പ്രകാരത്തിലുള്ള കാര്യങ്ങൾ: അധികാരി, വിഷയം, പ്രയോജനം, സംബന്ധം. ആരാണ് ഈ ഗ്രന്ഥം പഠിക്കുവാൻ അധികാരി? നമ്മൾ ഏതൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ വിഷയത്തിന് നമ്മൾ അധികാരിയായിരിക്കണം. അതേപോലെ ആ ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയത്തെക്കുറിച്ചും അറിയണം. ആ ഗ്രന്ഥം പഠിച്ചാലുള്ള പ്രയോജനം എന്താണെന്ന് അറിയണം. ആ ഗ്രന്ഥവും നമ്മളും തമ്മിലുള്ള സംബന്ധം അറിയണം. ഈ 4 കാര്യങ്ങൾ അറിഞ്ഞാലും നമുക്കൊരു ഗ്രന്ഥം പഠിക്കാൻ സാധിക്കും. ഇപ്പൊ ശ്രീനാരായണ സ്മൃതി
അഥവാ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥത്തിന്റെ അധികാരി ആരാണ്? ആരാണ് ഈ ഗ്രന്ഥം പഠിക്കുവാൻ അധികാരിയായിട്ടുള്ളത്? ബ്രാഹ്മണനാണോ? ക്ഷത്രിയനാണോ? അല്ലെങ്കിൽ ഒരുപാട് ധനമുള്ളയാളാണോ? വിദ്വാനാണോ? ഈ ഗ്രന്ഥം പഠിക്കുവാൻ ആരാണ് അധികാരി? ഇപ്പൊ മംഗളാചരണത്തില് സ്വാമി തൃപ്പാദങ്ങൾ പറയുന്നു, അവ്യാഹതാത്മാക്കളാണ് ഈ ഗ്രന്ഥം പഠിക്കാനുള്ള അധികാരി എന്ന്. വ്യാഹത ബുദ്ധി അല്ലാത്ത ഒരു വ്യക്തിയാണ്, അവ്യാഹത ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് ഈ ഗ്രന്ഥം പഠിക്കാനുള്ള അധികാരി. അപ്പൊ ഈ വ്യാഹതം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതിന്റെ അർത്ഥം നിഷിദ്ധമായ, നിരോധിക്കപ്പെടേണ്ട എന്നൊക്കെയാണ്. അതായത് നിഷിദ്ധമായ, കുടിലമായ ബുദ്ധി ഉണ്ടായിരിക്കുക, വിപരീത ബുദ്ധി ഉണ്ടായിരിക്കുക, ഇതിനെയാണ് വ്യാഹത ബുദ്ധി എന്ന് പറയുന്നത്. അവ്യാഹതം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള യാതൊരു കുടിലതയോ തന്ത്രങ്ങളോ ഇല്ലാത്ത നേർവഴിക്ക് പോകുന്നു, നേർബുദ്ധിയുള്ള എന്നാണ് അർത്ഥം. അപ്പൊ അവ്യാഹത ബുദ്ധി എന്ന് പറഞ്ഞാൽ, അവ്യാഹതം എന്ന് പറഞ്ഞാൽ നേർബുദ്ധിയുള്ള, കുടിലതയില്ലാത്ത, കുതന്ത്രമില്ലാത്ത, നല്ല സരളമായ, നിഷ്കളങ്കമായ മനസ്സുള്ള ഒരു വ്യക്തി. അപ്പൊ നോക്കൂ, ഈ ഗ്രന്ഥം പഠിക്കാനുള്ള അധികാരി ആരാണ്? ഈ ഗ്രന്ഥം പഠിക്കാനുള്ള അധികാരി കുടില ബുദ്ധിയില്ലാത്ത, നേർബുദ്ധിയുള്ള ഒരു വ്യക്തി. അപ്പൊ നമുക്ക് ഈശ്വരന്റെ മുമ്പിൽ, ഈശ്വരൻ നമ്മുടെ പല തെറ്റുകളും പല കുറവുകളും ഈശ്വരൻ ക്ഷമിക്കും. ഒരു വ്യാവഹാരികമായ ഒരു ചിന്തയെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ആയിരക്കണക്കിന് തെറ്റുകുറ്റങ്ങള്, നമ്മുടെ ഒരുപാട് ദുർബലതകള്, പരാധീനതകള് നോക്കൂ, നമുക്ക് നമ്മുടെ മനസ്സാക്ഷിക്ക് തന്നെ അറിയാം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കുഴപ്പങ്ങളും, എല്ലാ ദുർബലതകളും എല്ലാം നമ്മുടെ മനസ്സിനറിയാം. അതേപോലെ തന്നെ സർവാന്തര്യാമിയായിരിക്കുന്ന ഈശ്വരന് നമ്മുടെ മനസ്സിന്റെ അഗാധ തലങ്ങളിൽ ബോധസ്വരൂപേണ കുടികൊള്ളുന്ന, ഒരു ബോധമായി പ്രോജ്വലിക്കുന്ന ഭഗവാന് നമ്മുടെ എല്ലാ ദുർബലതകളും തെറ്റുകുറ്റങ്ങളും വ്യക്തമായിട്ട് അറിയാം. നമുക്ക് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഈ ലോകത്തിലെ എല്ലാവരുടെ മുമ്പിൽ നിന്നും മറയ്ക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് മറയ്ക്കാൻ കഴിയില്ല, നമ്മളിൽ നിന്ന് തന്നെ മറയ്ക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ആ മനസ്സിന്റെ ഉള്ളിലും അന്തര്യാമിയായിട്ട് വസിക്കുന്ന ഭഗവാനിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മറച്ചു വെക്കാൻ കഴിയുക? ഈശ്വരൻ നമ്മുടെ എല്ലാ ദുർബലതയും അറിയും. ആ ദുർബലതയെല്ലാം തന്നെ ഭഗവാൻ ക്ഷമിക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം ഭഗവാന് പോലും സഹിക്കാൻ കഴിയില്ല, ഈശ്വരന് പോലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് കുടിലത. ഒരു വ്യക്തിക്ക് യാതൊരു അറിവും വേണ്ട, അറിവില്ലാത്ത ആ വ്യക്തി നിർമ്മല ബുദ്ധിയാണെങ്കിൽ അവൻ അധികാരിയാണ്. പക്ഷെ ഒരു വ്യക്തിക്ക് എല്ലാ അറിവും, എല്ലാ വേദങ്ങളിലും അറിവുണ്ട്, എല്ലാ പദവികളുമുണ്ട്, എല്ലാ കഴിവുമുണ്ട്. പക്ഷെ കുടില ബുദ്ധിയാണെങ്കിൽ ആ കുടില ബുദ്ധിയെ ഈശ്വരൻ പോലും അംഗീകരിക്കില്ല എന്ന് പൗരാണികർ പറയാറുണ്ട്, സ്മൃതികൾ പറയാറുണ്ട്. അതുകൊണ്ട് കുടില ബുദ്ധിയില്ലാത്ത നിർമ്മലമായ ബുദ്ധി, നമുക്ക് എത്രയാണോ നമ്മുടെ കഴിവ്, ആ കഴിവ് നമുക്കുണ്ടായാൽ മതി, പക്ഷെ അതിലൊരു കുടിലത്വം കൊണ്ടുവരരുത്. അങ്ങനെയുള്ള നിർമ്മല ബുദ്ധിയോട് കൂടിയ, നേർബുദ്ധിയോട് കൂടിയ, അവ്യാഹത ബുദ്ധിയോട് കൂടിയ ആളുകളാണ് ഈ ഗ്രന്ഥം പഠിക്കുവാൻ അധികാരി എന്ന് നമുക്ക് മംഗളാചരണത്തിൽ കാണാൻ കഴിയും. ഇനി ഈ ഗ്രന്ഥത്തിന്റെ വിഷയം എന്താണ്? ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ വിഷയം എന്താണ്? ആ വിഷയം ധർമ്മം തന്നെയാണ്. ധർമ്മബോധായ എന്ന വാക്കുണ്ട് മംഗളാചരണത്തിൽ. ധർമ്മബോധായ എന്ന് പറഞ്ഞാൽ ധർമ്മ ജ്ഞാനത്തിനു വേണ്ടി, ധർമ്മത്തിന്റെ ബോധ്യത്തിനു വേണ്ടി എന്നൊക്കെ അർത്ഥം. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മമാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം. ഇനി നോക്കൂ, ഈ ഗ്രന്ഥത്തിന്റെ പ്രയോജനം എന്താണ്? നമ്മൾ ഈ ഗ്രന്ഥത്തിന്റെ അധികാരി ആരാണെന്ന് മനസ്സിലാക്കിയതോട് കൂടെ തന്നെ ഈ ഗ്രന്ഥം, അതിന്റെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി. പ്രതിപാദ്യ വിഷയം ധർമ്മമാണ്. ഇനി ഈ ഗ്രന്ഥം പഠിച്ചാൽ എന്താണ് പ്രയോജനം? ഈ ഗ്രന്ഥം പഠിച്ചാൽ പ്രയോജനം പറയുകയാണ്, നാരായണാത്മകം അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതി ധർമ്മബോധായ നിത്യം ചകാസ്തു. നാരായണ സ്വരൂപമായിരിക്കുന്ന, അദ്വൈതാനന്ദ ചിന്മാത്ര സ്വരൂപമായിരിക്കുന്ന ആ ഭഗവാൻ നമ്മളിൽ ധർമ്മത്തെ പ്രകാശിക്കുന്നതിന് വേണ്ടി എന്നും, ധർമ്മത്തെ
ബോധിപ്പിക്കുന്നതിനു വേണ്ടി എന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും എന്നതാണ് ഈ ഗ്രന്ഥം പഠിച്ചാലുള്ള പ്രയോജനം. പ്രയോജനം ആവർത്തിക്കാം. നാരായണാത്മകം അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതി ധർമ്മബോധായ നിത്യം ചകാസ്തു. ഇനി ഈ ഗ്രന്ഥത്തിന്റെ സംബന്ധം എന്താണ്? സംബന്ധം എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. സംബന്ധം എന്ന് പറഞ്ഞാൽ അധികാരിയും ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ച വിഷയവും തമ്മിലുള്ള ബന്ധമാണ് സംബന്ധം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ അനുബന്ധ ചതുഷ്ടയ പ്രകാരം ഈ മംഗളാചരണത്തെ നമ്മൾ വിചാരം ചെയ്താൽ അവ്യാഹത ബുദ്ധിയുള്ളവനാണ് ഈ ഗ്രന്ഥം പഠിക്കുവാൻ, ഈ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അധികാരി എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹമാകുന്ന വെളിച്ചം ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രശോഭിക്കുന്നു എന്നതാണ് ഈ ഗ്രന്ഥം പഠിച്ചാലുള്ള പ്രയോജനം. ധർമ്മമാണ് ഈ ഗ്രന്ഥത്തിന്റെ വിഷയം. ഇനി അടുത്ത 2 ശ്ലോകങ്ങൾ നമ്മൾ അതിന്റെ വാക്യാർത്ഥം മാത്രം പരിശോധിക്കുകയാണ്. വർക്കല വർണ്ണനയും ശിവഗിരി വർണ്ണനയും. അതിന്റെ ശ്ലോകം നമ്മൾ വായിക്കുന്നില്ല, പഠിക്കുന്നില്ല. തുടർന്ന് മുന്നോട്ട് വരുന്ന ചില സന്ദർഭങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അർത്ഥങ്ങളെ ചിന്തിക്കാം. വർക്കല വർണ്ണനയിൽ പറയുന്നു, പരിപാവനമായ സഹ്യാദ്രിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നതും ധർമ്മത്താലും ധാർമ്മികന്മാരാലും പ്രശോഭിക്കുന്നതുമായ ഈ ധർമ്മരാജ്യത്തിൽ കണ്വമുനിയുടെ തപശക്തി കൊണ്ട് പരിശോഭിക്കുന്നതും ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്ര സാമീപ്യത്താൽ മനോഹരവും തെങ്ങ്, മാവ്, പ്ലാവ്, അശോകം, വാഴ, കമുക് ഇവകളാൽ അലങ്കൃതവും തോട്, തുരങ്കം, കുഴൽവെള്ളം ഇവകൾ ഉള്ളതും പറങ്കിമാവ്, പാടങ്ങൾ, സുഗന്ധമുള്ള പുന്നമരങ്ങൾ, വേപ്പുകൾ, പലവിധ സസ്യങ്ങൾ ഇവകളാൽ അലങ്കൃതവുമായ വർക്കല എന്ന് പ്രസിദ്ധിയുള്ള ദേശം ശോഭിക്കുന്നുണ്ട്. അതിനുശേഷം വർക്കലയിലുള്ള ശിവഗിരി കുന്നിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. സാരാർത്ഥ ബോധിനിയിൽ പറയുന്നു, ശിവഗിരിയെ വർണ്ണിക്കുമ്പോൾ ബ്രാജിഷ്ണു, ആധൗതപാദൻ, സശ്രീകൻ, ഭക്താനന്ദ പ്രവർദ്ധനൻ, വിഖ്യാതൻ, രമ്യൻ, മഹാൻ എന്നീ വിശേഷണങ്ങൾ കൊണ്ട് ഒരു യോഗിയുടെയോ മഹാത്മാവിന്റെയോ പ്രതീതി വരുന്നുണ്ട്. ഇതിന് സമാസോക്തി അലങ്കാരം എന്ന് പറയും. ഈ വർക്കല എന്ന സ്ഥലത്തിന് രത്നമകുടമായി ശോഭിക്കുന്നവനും വിചിത്രങ്ങളായ പുഷ്പങ്ങളോടും കായ്കനികളോടും കൂടിയ വൃക്ഷലതാദികളാൽ പരിശോഭിതനും ഭക്തന്മാർക്ക് അഭീഷ്ടത്തെ നൽകുന്ന അക്ഷരസ്വരൂപിണിയായ വിദ്യാദേവതയാൽ അനുഗ്രഹീതനും അമൃതിന് തുല്യമായ പരിശുദ്ധ ജലത്തിന്റെ പ്രവാഹത്താൽ നിത്യവും പാദത്തെ കഴുകുന്നവനും ഭക്തന്മാർക്ക് ആനന്ദത്തെ കൊടുക്കുന്നവനും ധർമ്മരാജ്യത്തിൽ പ്രസിദ്ധനും മഹാനുമായ ശിവഗിരി എന്നു പേരുള്ള ഒരു കുന്നുണ്ട് എന്ന ഗംഭീരമായൊരു വർണ്ണന ഈ 2 ഭാഗങ്ങളിൽ കാണാൻ കഴിയും. അതിനുശേഷം ഗുരൂപസത്യയെക്കുറിച്ച് പറയുകയാണ് അടുത്ത 2-3 ശ്ലോകങ്ങളിൽ. എങ്ങനെയാണ് ധർമ്മബോധത്തിന് വേണ്ടി നാം ഒരു ആചാര്യനെ സമീപിക്കേണ്ടത്, ഏതു പ്രകാരത്തിലുള്ള ആചാര്യനാണത് എന്ന് വിശദീകരിക്കുകയാണ്. നോക്കൂ, ഗുരുവർണ്ണന. തത്രൈകാന്തേ സുഖാസീനശ്ചൂതഛായോപരഞ്ജിതേ ആശ്രമേ ധർമ്മമർമ്മജ്ഞോ നീതിവൈജ്ഞാനികോ വിഭുഃ സർവതന്ത്രസ്വതന്ത്രശ്ച ബ്രഹ്മനിർലീനമാനസഃ ലോകക്ഷേമപരോ നിത്യം ഭാതി നാരായണോ ഗുരുഃ. ശ്ലോകം 11-12 ഗുരുവർണ്ണന. തത്ര എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള വർക്കലയിലെ ശിവഗിരി കുന്നിൽ ഏകാന്തേ ചൂതച്ചായോപരഞ്ജിതേ ഏകാന്തത്തില് മാവ് വൃക്ഷങ്ങളുടെ തണലിൽ സുന്ദരമായ ആശ്രമത്തിൽ, ആശ്രമേ സുഖാസീന ആശ്രമത്തിൽ സുഖമായിരിക്കുന്നവനും ധർമ്മമർമ്മജ്ഞ നീതി വൈജ്ഞാനിക സർവതന്ത്ര സ്വതന്ത്രച്ച ബ്രഹ്മനിർലീന മാനസ ലോകക്ഷേമപര നാരായണ ഗുരുഹു സദാഭാതി.
ഈ ഗുരുവർണ്ണനയിൽ ഗുരുവിന്റെ ലക്ഷണത്തെ നമുക്ക് വിചാരം ചെയ്യാൻ സാധിക്കും. ഗുരുവിന്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ ഗുരുവിനെ അളക്കുക എന്നല്ല താല്പര്യം, പക്ഷെ നമുക്ക് പഠിക്കാൻ വേണ്ടി ഗുരു ലക്ഷണത്തെ നമുക്ക് വിചാരം ചെയ്യാൻ സാധിക്കും. നമുക്ക് എന്താണ് ഗുരുവിന് ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കൃതിയിൽ? ഒന്നാമത്തെ ലക്ഷണമാണ് ഏകാന്തേ ആശ്രമേ സുഖാസീന. ഏകാന്തമായിട്ട്, ഏകാന്തം എന്ന് പറഞ്ഞാൽ അധികം വ്യാവഹാരികമായ ബഹളങ്ങളില്ലാത്ത ഒരു സ്ഥലത്തിൽ, ഒരു ആശ്രമത്തിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നു ഗുരുനാഥൻ, ആചാര്യൻ. ആ ഗുരുനാഥൻ ധർമ്മമർമ്മജ്ഞനാണ്. അപ്പൊ ആ വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഗ്രന്ഥത്തിൽ ഗുരുനാഥൻ ധർമ്മമർമ്മജ്ഞനാണ്. ധർമ്മമർമ്മജ്ഞൻ എന്ന് പറയുമ്പോൾ ധർമ്മത്തിന്റെ മർമ്മത്തെ അറിഞ്ഞ ആളാണ്. ധർമ്മത്തെ നമുക്ക് വേർതിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അത് വളരെ കഠിനമാണ്, ക്ലിഷ്ടമാണ്. നമ്മൾ കരുതും നല്ല കാര്യങ്ങളെയും ചീത്ത കാര്യങ്ങളെയും എനിക്ക് വേർതിരിച്ചറിയാൻ കഴിയും, ഇത് നല്ല കാര്യമാണ്, അത് ചീത്ത കാര്യമാണ് എന്നിങ്ങനെ വ്യക്തമായിട്ട് വേർതിരിച്ചറിയാനുള്ള കഴിവ് എനിക്ക് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും അത് ചീത്ത കാര്യങ്ങളായിരിക്കും. നമ്മൾ ചെയ്യുന്ന പല ചീത്ത കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ എന്ന് കരുതുന്നവ നല്ല കാര്യങ്ങളായിരിക്കും. കാരണം ഈ ധർമാധർമ്മങ്ങളെ വേർതിരിച്ച് ഇതാണ് ധർമ്മം എന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും ക്ലിഷ്ടമായ കാര്യമാണ്. നമ്മൾ ഗീതയിലൊക്കെ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും, മഹാഭാരതത്തില് ആ രഥം പൂണ്ടുപോയി. കർണന്റെ രഥം യുദ്ധഭൂമിയിൽ താഴ്ന്നുപോയി. രഥം താഴ്ന്നു പോയ സമയത്ത് തന്നെയാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്, കിട്ടിയ അവസരമാണ്, നല്ല അവസരമാണ്. കർണൻ ഇപ്പോൾ രഥത്തിന്റെ ചക്രം പൊക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ താഴെ വെച്ച് താഴത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ അമ്പ് ചെയ്തോളൂ. കർണൻ ആയുധധാരിയായിരിക്കുമ്പോൾ തോൽപ്പിക്കാൻ പ്രയാസമാണെന്നൊക്കെ പറയുന്നു. അപ്പൊ അർജുനൻ ഞെട്ടി. കാരണം നേരത്തെ ഭഗവത്ഗീത എന്ന് പറയുന്ന മഹത്തായ ഒരു ദർശനത്തെ തനിക്ക് ഉപദേശിച്ച അതേ കൃഷ്ണൻ പറയുകയാണ്, ആയുധമില്ലാതെ വേറെ ഏതോ ഒരു ജോലി ചെയ്യുന്ന ഒരാളെ ഇപ്പോൾ വധിക്കുമെന്ന്. അതെങ്ങനെ സാധിക്കും? ഇത് ധർമ്മമാണോ എന്നൊക്കെ അർജുനൻ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ധർമ്മത്തെയും അധർമ്മത്തെയും എങ്ങനെ മനസ്സിലാക്കാം? അത് വളരെ ക്ലിഷ്ടമാണ്. അതുകൊണ്ട് ധർമാധർമ്മങ്ങളുടെ മർമ്മം അറിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ ഇത് ധർമ്മമാണ്, ഇത് അധർമ്മമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പൊ ഗുരു എങ്ങനെയാണ്? ധർമ്മമർമ്മജ്ഞനാണ്. അപ്പൊ ധർമ്മമർമ്മജ്ഞനായ ഒരാൾക്ക് മാത്രമേ നമ്മെ ധാർമ്മികമായ വഴിയിലേക്ക് നമ്മെ നയിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. കൂടാതെ നീതി വൈജ്ഞാനികനാണ്. നീതിശാസ്ത്രത്തെ കുറിച്ച് അറിയാം. സർവതന്ത്ര സ്വതന്ത്രനാണ് ഒരു ഗുരുനാഥൻ, ഒരു ഗുരുദേവൻ. അർത്ഥം സർവതന്ത്ര സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ വ്യാവഹാരികമായിരിക്കുന്ന യാതൊരു ബന്ധനവും അവിടത്തേക്കില്ല. വ്യവഹാര തലത്തിൽ ഒരു ആശ്രമത്തിൽ താമസിച്ചേക്കാം, ആശ്രമത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കാം, ഈ ലോകത്തിൽ ഇടപെട്ട് ജീവിച്ചേക്കാം. പക്ഷെ ഇതൊന്നും അവിടുത്തെ ബന്ധനസ്ഥനാക്കുന്നില്ല. ഒരു തരത്തിലുള്ള വ്യാവഹാരിക ബന്ധനങ്ങളാലും ബന്ധിതനല്ല ഒരു യഥാർത്ഥ ഗുരു. അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ ആ ആശ്രമത്തിൽ നാളെ മുതൽ സേവനം ചെയ്യൂ. ആ ശരി. ഇപ്പൊ കുറച്ചു ദിവസം സേവനം ചെയ്തു പറയാണ്, നിങ്ങളെ അവിടുന്ന് പുറത്താക്കിയിരിക്കുന്നു, നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോയിക്കോളൂ. ആ ശരി. അങ്ങനെ വ്യാവഹാരികമായി വരുന്ന ഏതൊരു വിഘാതങ്ങളും, വ്യാവഹാരികമായി വരുന്ന ഏതൊരു കാര്യങ്ങളും അദ്ദേഹത്തെ ബന്ധനത്തിലാക്കുന്നില്ല. അതുകൊണ്ട് വ്യവഹാര ബന്ധനമില്ല എന്നുള്ളതാണ് സർവതന്ത്ര സ്വതന്ത്രൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ കേവലം വ്യാവഹാരികമായ ബന്ധനങ്ങളിൽ നിന്ന് ഉപരിയായി, പക്ഷെ തൻ്റെ മനസ്സിന്റെ ബന്ധനങ്ങളിൽ നിന്ന് ഉപരിയാകുവാൻ കഠിനമാണ്. അപ്പൊ ആന്തരികമായ ബന്ധനവും ഇല്ല എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മനിർലീന മാനസ എന്ന വാക്ക് പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മനിർലീന മാനസം, തൻ്റെ മനസ്സാണ് മനുഷ്യന്റെ എല്ലാ ബന്ധങ്ങളുടെയും മുഖ്യ ഹേതു. ആ മനസ്സ് എന്ത് സംഭവിച്ചു? ബ്രഹ്മനിർലീനമായി, ബ്രഹ്മത്തോട് ചേർന്ന് കഴിഞ്ഞു. അപ്പൊ വ്യാവഹാരികമായ ബന്ധനവും ഇല്ല, ആന്തരികവും പാരമാർത്ഥികവുമായ ബന്ധനവും ഇല്ല ഗുരുനാഥനും. ഇനിയോ ലോകക്ഷേമപരനാണ്. ഒരു ഗുരുനാഥൻ ഒരു ആശ്രമത്തിൽ ഇരിക്കുന്നു, ഏകാന്ത വൃത്തിയോട് ജീവിക്കുന്നു, എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായി.
പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല ലോകക്ഷേമപരൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അനുകമ്പയുള്ള ആളായിരിക്കണം. നമ്മൾ ദർശനമാലയിൽ പഠിച്ചതാണ്. ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം. ഈ ലോകത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കർമ്മം. ഈ ലോകത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അനുകമ്പ വരണം. അപ്പൊ അനുകമ്പയെയും സഹതാപത്തെയും കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തതാണ്. സഹതാപം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെക്കാൾ താഴ്ന്നവർ, നമ്മളെക്കാൾ ഗ്രേഡ് കുറഞ്ഞവരോട് തോന്നുന്ന അയ്യോ പാവം, കഷ്ടം തന്നെ, അവൻ എന്നേക്കാൾ പണത്തിൽ കുറഞ്ഞവൻ, എന്നേക്കാൾ പദവിയിൽ കുറഞ്ഞവൻ, ജാതിയിൽ കുറഞ്ഞവൻ, കഷ്ടം. ഈ ഒരു മനോഭാവത്തെയാണ് എന്ത് പറയുന്നത്? സഹതാപം അല്ലെങ്കിൽ ദയ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അനുകമ്പ എന്ന് പറഞ്ഞാൽ ഒരു അമ്മ, ആ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിന് ഒരു മുറിവ് പറ്റുമ്പോൾ അമ്മയുടെ ഉള്ളിലും മുറിവ് വേദന വരും. എന്തുകൊണ്ട്? ആ അമ്മയെ സംബന്ധിച്ച് ഈ കുഞ്ഞ് എന്ന് പറയുന്നത് തൻ്റെ ശരീരത്തിൽ നിന്നും ഭിന്നമല്ല, തൻ്റെ അസ്തിത്വത്തിൽ നിന്നും ഭിന്നമല്ല, തൻ്റെ തന്നെ സ്വന്തമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തമായിരിക്കുന്നവരുടെ വേദന നമ്മുടെ വേദനയായിട്ട് അനുഭവപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ സ്വന്തമായി സാക്ഷാത്കരിച്ച, ഈ ലോകം തന്നെ തൻ്റെ അസ്തിത്വമാണ്, അവന് ഇവന് എന്ന് അറിയുന്നതൊക്കെ തന്നെ ആദിമമായിട്ട് ഉള്ള ഒരു ആത്മസത്യത്തിന്റെ പ്രകടിത ഭാവമാണ് എന്ന് സാക്ഷാത്കരിച്ച് ഈ ലോകത്തെ സ്വന്തമായി സാക്ഷാത്കരിച്ച ഒരു ഗുരുനാഥന്, ഒരു വ്യക്തിക്ക് ഈ ലോകത്തിന്റെ ഓരോ പീഡയും, തന്നെ സമീപിക്കുന്ന ഒരു ശിഷ്യന്റെ മനസ്സിന്റെ വേദനയും എല്ലാം തന്നെ തൻ്റെ വേദനയായിട്ട് അനുഭവപ്പെടും. അപ്പൊ തൻ്റെ വേദനയായിട്ട് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ആ വേദന മാറ്റുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കും. അപ്പൊ ആ ഭാവമാണ് അനുകമ്പ. ഈ അനുകമ്പ ഉള്ളത് കൊണ്ടാണ് ഗുരുനാഥൻ ലോകക്ഷേമ തത്പരനായിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ലോകക്ഷേമ പരനും കൂടി ആയിരിക്കണം. അപ്പൊ ഇത്രയുമാണ് ഗുരുലക്ഷണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗുരുനാഥനെ ഒരു ശിഷ്യൻ സമീപിക്കുകയാണ്, ശിഷ്യന്മാർ സമീപിക്കുകയാണ്. ശിഷ്യന്മാർ എന്തിനു വേണ്ടി സമീപിക്കുന്നു? അപ്പൊ ഒന്നാമത്തെ അധ്യായത്തിലെ പ്രഥമ സർഗത്തിലെ 13-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. നോക്കൂ, നേരത്തെയുള്ള ശ്ലോകത്തില് ഗുരുവിന്റെ ലക്ഷണം പറഞ്ഞു. നാരായണ ഗുരു സദാഭാതി എന്ന് പറഞ്ഞു. ഇപ്രകാരം ലക്ഷണങ്ങളോട് കൂടിയ നാരായണ ഗുരു ശിവഗിരിക്കുന്നിൽ സദാഭാതി എന്നും ഇരിക്കുന്നു. എന്നും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, സദാ എന്ന് പറയുമ്പോൾ ഇന്നും അവിടെ ഗുരു പ്രത്യക്ഷമാണെന്നർത്ഥം. അതിനുശേഷം ഇങ്ങനെയുള്ള ഗുരുവിനെ ഒരു ശിഷ്യൻ എപ്രകാരം സമീപിച്ച് എന്താണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഉപസംഹരിക്കാം. ശ്ലോകം 13. തം മഹാന്തം ഉപാഗമ്യ ധർമാവേക്ഷണ തത്പര ബോധാനന്ദമുഖാ ശിഷ്യാഹ പ്രണിപത്യ അന്വയുഞ്ജത എന്ന് പറയുന്നു. ധർമാവേക്ഷണ തത്പര, അവേക്ഷണം എന്ന് പറഞ്ഞാൽ കാണുക എന്നർത്ഥം. അവ എന്നൊരു ഉപസർഗവും ഈക്ഷ ധാതുവും ല്യുട്ട് പ്രത്യവും ചേരുമ്പോഴാണ് അവേക്ഷണം എന്ന വാക്കുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ കാണുക, നോക്കുക, ദർശിക്കുക. എന്തിനെയാണ് ദർശിക്കുന്നത്? ധർമ്മ അവേക്ഷണ തത്പര. അപ്പൊ ഒരു ശിഷ്യന്റെ ലക്ഷണം എന്താണ്? ശിഷ്യന്റെ ലക്ഷണം ശിഷ്യൻ അവേക്ഷകൻ ആയിരിക്കണം. അപേക്ഷകനല്ല, അവേക്ഷകൻ, കാണുന്നയാൾ, ദർശിക്കുന്നയാൾ. എന്തിനെ അവേക്ഷണം ചെയ്യണം? ധർമ്മത്തെ അവേക്ഷണം ചെയ്യണം. ധർമ്മത്തെ ദർശിക്കുവാൻ താല്പര്യമുള്ളവനായിരിക്കണം. ഇതാണ് ഒരു ശിഷ്യന്റെ ലക്ഷണം. ആ ശിഷ്യന്റെ ലക്ഷണം മാത്രമാണ് ധർമാവേക്ഷണ തത്പരൻ എന്നുള്ളത്. ഇനി ആ ശിഷ്യൻ എപ്രകാരമാണ് ഒരു ആചാര്യന്റെ അടുത്ത് ചെല്ലേണ്ടത്? ഒരു ശിഷ്യൻ ആചാര്യന്റെ അടുത്ത് ചെല്ലേണ്ടുന്നതിനെ ഗുരൂപസത്തി എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഗുരൂപസത്തി, ഗുരുനാഥന്റെ അടുത്തേക്ക് ചെല്ലുന്ന വിധിയുണ്ട്. ആ വിധി എങ്ങനെയാണ്? ആ വിധിയാണ് തുടർന്ന് പറയുന്നത്. ഉപാഗമ്യ പ്രണിപത്യ അന്വയുഞ്ജത. 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ശ്രദ്ധിക്കണം, ധർമാവേക്ഷണ തത്പര എന്നുള്ളത് ശിഷ്യന്റെ ലക്ഷണമാണ്. എന്നാൽ ആ ശിഷ്യൻ ഗുരുവിനെ കാണുവാൻ ചെല്ലുന്ന വിധിയാണ് അതിനുശേഷം പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? 1 ഉപാഗമനം, 2 പ്രണിപാതം, 3 അന്വയുഞ്ജത. ഈ അന്വയുഞ്ജത എന്നുള്ളത് വളരെ മനോഹരമായ, ആഴമേറിയ, ഈ സന്ദർഭത്തിന് വളരെ ഉചിതമായൊരു ക്രിയാപദമാണ്. ഉപാഗമനം എന്ന് പറഞ്ഞാൽ ശിഷ്യൻ ആദ്യം ചെല്ലേണ്ടത് ഗുരുവിന്റെ അടുത്തേക്കാണ്.
ആഗമനം, അടുത്തേക്ക് പോവുക, ഗുരുവിന്റെ അടുത്തേക്ക് പോവുക. ഇപ്പൊ ഗുരുവിന്റെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിന് മനസ്സിലാക്കണം? രണ്ട് പ്രകാരത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, ശരീരം കൊണ്ട് ഗുരുവിന്റെ അടുത്തേക്ക് പോകണം. ഗുരുനാഥൻ ഹിമാലയത്തിൽ ഇരിക്കുന്നു, നമ്മൾ കേരളത്തിൽ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ധർമ്മത്തെക്കുറിച്ച് ഗുരുവിൽ നിന്ന് ചോദിച്ച് ആ ധർമ്മത്തെ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാൻ സാധിക്കില്ല. ഗുരു എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്തേക്ക് തന്നെ പോകണം. അതിനെയാണ് ഉപാഗമനം എന്ന വാക്കിലൂടെ ഇവിടെ ബോധിപ്പിച്ചത്. അപ്പൊ ഗുരു ഇരിക്കുന്ന സ്ഥലത്തേക്ക് നാം പോകണമെങ്കിൽ നമ്മളിൽ അല്പം ത്യാഗം വേണം. ത്യാഗമില്ലാതെ പോകാൻ കഴിയുമോ? നമ്മൾ ഇന്നത്തെ കാലത്ത് അനവധി വ്യാവഹാരികമായ തിരക്കുകളാണ്. ആ തിരക്കുകളെയും മറ്റു പലതിനെയും മാറ്റിവെക്കുവാൻ സന്നദ്ധനായ, ആ തിരക്കുകളെ ത്യജിക്കാൻ സന്നദ്ധനായ ഒരു വ്യക്തിക്ക് മാത്രമേ ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫോൺ ചെയ്യും, ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കും. നേരിട്ട് നമ്മളൊരു ആചാര്യന്റെ അടുത്തേക്ക് പോയിരുന്ന് ആ ആചാര്യന്റെ അടുത്ത് നിന്ന് ധർമ്മത്തെ ശ്രവിക്കണമെങ്കിൽ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം. സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ നാം പലതിനെ, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പലതിനെയും ത്യജിക്കണം. അപ്പൊ ഒരു ത്യാഗബുദ്ധിയെ കാണിക്കുന്നുണ്ട് ഉപാഗമനം എന്ന വാക്കിലൂടെ. ഇനി അടുത്തതാണ്, നമ്മൾ ഗുരുവിന്റെ അടുത്തേക്ക് പോയിരുന്നു, ശരിയാണ്. പക്ഷെ ഗുരുവിന്റെ ലക്ഷണമായിട്ട് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കുറെ കാര്യം പറഞ്ഞു. ധർമ്മമർമ്മജ്ഞനാണ്, സർവതന്ത്ര സ്വതന്ത്രനാണ്, ബ്രഹ്മനിർലീന മാനസനാണ്, ലോകക്ഷേമപരനാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ലക്ഷണങ്ങളുടെ അടുത്ത് നാം ഇരിക്കുക എന്ന അർത്ഥവും ഉപാഗമനം എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നാം ഗുരുവിന്റെ അടുത്ത് പോയിരുന്നു, ഗുരു വിഭാവനം ചെയ്ത മഹത്തായ ദർശനം, ആ ദർശനവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഗുരു പറയുന്ന മഹത്തായ ദർശനവുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമല്ല, ആ ദർശനത്തിന് വിപരീതമാണ് നമ്മുടെ ജീവിതം എന്ന് വരികിൽ നാം ഉപാഗമനം ചെയ്തിട്ടില്ല, നാം ഗുരുവിന്റെ അടുത്ത് പോയിട്ടില്ല. അപ്പൊ ഗുരുവിൽ കൽപ്പിച്ചിട്ടുള്ള ലോകക്ഷേമപരത, ബ്രഹ്മനിർലീന മാനസത്വം, അതേപോലെ സർവതന്ത്ര സ്വാതന്ത്ര്യം ഇത്യാദി ലക്ഷണങ്ങളുടെ അതിനെ പൂർണ്ണമായിട്ടും സ്വായത്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ ഏകദേശം അടുത്തിരിക്കുക എന്നുള്ളതും ഒരു ശിഷ്യന്റെ ലക്ഷണമാണ്, എന്നുള്ളതും ശിഷ്യന്റെ ഗുരൂപസത്യയുടെ വിധിയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് ഉപാഗമനം എന്ന വാക്കിന്റെ അർത്ഥം? ശരീരം കൊണ്ട് ഗുരുവിന്റെ അടുത്തേക്ക് ഇരിക്കുക, ഗുരുവിൽ നേരത്തെ കൽപ്പിക്കപ്പെട്ട ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങളുടെ അടുത്തും നാം ചെന്നിരിക്കുക എന്നതാണ് ഉപാഗമനം എന്ന വാക്കിന്റെ അർത്ഥം. ഉപഗമ്യ എന്ന വാക്ക് നമുക്ക് ശ്ലോകത്തിൽ കാണാം. അടുത്തതാണ് പ്രണിപത്യ. പ്രണിപത്യ എന്ന് പറഞ്ഞാൽ നമസ്കാരം ചെയ്യണം. അപ്പൊ നമുക്കൊരാളെ നമസ്കരിക്കണമെങ്കിൽ, നാം ഒരാളുടെ മുമ്പിൽ ശിരസ് കുനിക്കണമെങ്കിൽ ഒന്നുകിൽ അയാളെ ഭയന്നിട്ടായിരിക്കും ശിരസ് കുനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരമില്ലായ്മ കാരണമായിരിക്കും ശിരസ് കുനിക്കുന്നത്. അപ്പൊ നാം ഒരു ആചാര്യനെ സമീപിക്കുന്നത് അറിവ് നേടുവാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ആ ആചാര്യനേക്കാൾ മറ്റു പല കാര്യങ്ങളിൽ നമുക്ക് അറിവുണ്ടായിരിക്കാം. ആ ആചാര്യന് ഇംഗ്ലീഷ് അറിയില്ല, നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ആ ആചാര്യന് ഇന്നത്തെ ലോക കാര്യങ്ങളെ കുറിച്ച് വലിയ വിവരമില്ലായിരിക്കാം, പക്ഷെ നമുക്ക് നന്നായിട്ട് അറിയാം. എന്നതുകൊണ്ട് നാം ആ ആചാര്യനേക്കാൾ മുകളിലാണ് എന്ന് അർത്ഥമില്ല. നാം ഏത് വിഷയത്തെയാണോ അറിയാൻ ആഗ്രഹിച്ച് ആ ഗുരുനാഥനെ സമീപിച്ചത്, ഉപാഗമനം ചെയ്തത്, ആ വിഷയത്തിൽ ആ ഗുരുനാഥൻ നമ്മേക്കാൾ എത്രയോ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ആ ഗുരുനാഥന്റെ മുമ്പിൽ വിനയഭാവത്തിൽ ഇരുന്നാൽ മാത്രമേ അറിവ് നമ്മളിലേക്ക് പ്രവഹിക്കുകയുള്ളൂ. പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും എന്നും അതേപോലെ തന്നെ തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ എന്നുമൊക്കെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഗുരുവിന്റെ മുമ്പിൽ വിനയഭാവത്തോടു കൂടി നമസ്കരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അറിവിനെ സ്വായത്തമാക്കാൻ ചെല്ലേണ്ടത്. ഇനി നോക്കൂ, അടുത്ത വാക്ക് നോക്കൂ, അന്വയുഞ്ജത എന്നാണ്. അന്വയുഞ്ജത എന്ന് പറഞ്ഞാൽ ചോദിക്കണം. ഗുരുനാഥനെ നമ്മൾ കണ്ടു, സേവാ നമസ്കാരങ്ങളെ കൊണ്ട് ഗുരുവിനെ പ്രസീതനാക്കി, അതിനുശേഷം ധർമ്മത്തെക്കുറിച്ചും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യങ്ങളെക്കുറിച്ചും ഗുരുവിനോട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഈ അന്വയുഞ്ജിത എന്ന് പറയുന്ന ക്രിയാപദം ബഹുവചനമാണ്. ഈ ബഹുവചനത്തിൽ പ്രയോഗിക്കാൻ കാരണം
ബോധാനന്ദ മുഖാശിഷ്യ എന്ന് ബഹുവചനം പ്രയോഗിച്ചിട്ടുണ്ട്. ബോധാനന്ദൻ തുടങ്ങിയ ശിഷ്യന്മാർ എന്നത് ബഹുവചനമായതുകൊണ്ടാണ് ഈ ചോദിച്ചു എന്നുള്ളതും ഒരു ബഹുവചനത്തിലുള്ള ക്രിയയാക്കി അവിടെ എഴുതിയിട്ടുള്ളത്. ഈ അന്വയുഞ്ചത എന്ന ആ ഒരു ക്രിയാപദത്തിന്റെ അർത്ഥം തന്നെ യുജിരി യോഗ എന്നൊരു ധാതുവാണ്. യുജിരി യോഗ. നമ്മൾ യോഗ ദർശനമാലയിൽ യോഗ ദർശനം പഠിക്കുന്ന സമയത്ത് അവിടെ യോഗ ശബ്ദത്തിന്റെ ധാതുവായിട്ട് വന്നതും ഈ ഒരു ധാതുവാണ്. അപ്പൊ യുജിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കലാണ്. ഞാൻ ആചാര്യന്റെ അടുത്ത് ഏതൊരു കാര്യത്തെയാണ് ചോദിക്കാൻ വന്നത്, ഏതൊരു ജിജ്ഞാസയെ നിവൃത്തമാക്കാനാണ് വന്നത്, ആ വിഷയവും എൻ്റെ ജീവിതവുമായിട്ട് ഒന്നായി തീരണം എന്നൊരു അർത്ഥം കൂടി അന്വയുഞ്ചത എന്ന ക്രിയാപദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്വയുഞ്ചത എന്ന് പറയുന്നത് ചോദിക്കലാണ്. എന്ത് ചോദിക്കണം? അത് പിന്നീടുള്ള അധ്യായങ്ങൾ, അടുത്ത അധ്യായം തൊട്ട് ഈ രീതിയിൽ ഗുരുവിനെ നമ്മൾ സമീപിച്ച് ഈ പ്രകാരത്തിൽ ഗുരുവിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് ചോദിച്ച് എന്താണ് ചോദിക്കേണ്ടതെന്ന് അടുത്ത രണ്ടാമത്തെ സർഗത്തിൽ ചോദ്യോത്തരങ്ങൾ ആരംഭിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അവയെ ചർച്ച ചെയ്യാം. ഇത് നമ്മൾ വളരെ സംക്ഷിപ്തമായിട്ട് ഒന്നാമത്തെ സർഗം അതിന്റെ വിചാരം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.